അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ ദാമ്പത്യ ജീവിതം വളരെ കൂടുതൽ ഇസ്ലാം അതിന് മഹത്വം പറയുന്നുണ്ട്. വിവാഹം ചെയ്യുന്നതും വിവാഹം ചെയ്യാത്തതും നോക്കുമ്പോൾ വിവാഹം ചെയ്ത് ജീവിക്കുന്നതാണ് ഷർത്തുകളെത്താൽ ഏറ്റവും നല്ലത് എന്ന് ഇസ്ലാം പറയുന്നതായി കാണാൻ കഴിയും. വിവാഹ ജീവിതത്തിൽ കാലെടുത്ത് വെക്കുന്ന ആദ്യ സമയം പെണ്ണ് കാണുക, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വിവാഹിതനായതിനു ശേഷം ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് എന്താണ് ചൊല്ലേണ്ടത്. ഈ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എന്നേക്കുമായ ഒരു വ്യക്തിയാണല്ലോ എൻ്റെ ഇണ എന്ന് മനസ്സിലാക്കിയ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് ഒരു മന്ത്രം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ തലയിൽ കൈവച്ച് ചൊല്ലുക. അന്ന് രാത്രിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. രാത്രിയുടെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞ്, പകൽ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഭാര്യയെ കാണല്ലോ, ഭാര്യയായല്ലോ, ഇപ്പോൾ ഭാര്യയെ കാണാം. അപ്പോൾ തന്നെ കാണുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അതെന്താണ്? അത് ഇങ്ങനെ വായിക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജബൽതുഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതുഹാ അലൈഹി ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫി സാഹിബിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇതാണ് ആ ദിക്ർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഇവളുടെ നന്മയെയും ഇവളെ എന്തിനും വേണ്ടി സൃഷ്ടിച്ചുവോ അതിലുള്ള നന്മയെയും ഞാൻ നിന്നോട് അർത്ഥിക്കുന്നു. മനസ്സിലായല്ലോ? ഇവളുടെ നന്മ, അതോടൊപ്പം തന്നെ ഇവൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അവൾ അതിൻ്റെയും നന്മ. ഇവളുടെ നന്മ പറഞ്ഞാൽ ഇവളുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ നന്മ. അപ്പോൾ ഇവൾക്ക് നന്മ നൽകണേ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നർത്ഥം. പിന്നെ ഇവൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, സ്ത്രീയെ സൃഷ്ടിച്ചതിനും പിന്നെ വിവാഹം ചെയ്യുന്നതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയും നന്മകളെ ഞാൻ എന്നോട് ചോദിക്കുന്നു അല്ലാ. കഴിഞ്ഞില്ല. പിന്നെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഅഊദു ബിക മിൻ ശർരിഹാ. ഇവളിൽ നിന്നുണ്ടാകുന്ന തിന്മയെ ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു. മനുഷ്യനാണ്, മനുഷ്യ സഹജമായി തിന്മകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യമേ ചോദിക്കുകയാണ് അല്ലാഹുവിനോട്, തിന്മയെ കാവലിനെ ചോദിക്കുന്നു. വശർരി മാ ജബൽതുഹാ അലൈഹി. അതുപോലെ ഇവളിൽ നിന്ന് എന്തിൽ നിന്നാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ചതിൽ നിന്ന് ഇവൾക്ക് വരാൻ സാധ്യതയുള്ള തിന്മയിൽ നിന്നും ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു. ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഫി സാഹിബി, ഞങ്ങളുടെ ഇണയിലും ഞങ്ങളുടെ തുണയിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഈ പ്രാർത്ഥനയാണ് ആദ്യമായി ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതിമഹത്വവും വളരെ കൂടുതൽ പ്രതിഫലാർഹവുമായ ഒന്നാണല്ലോ വിവാഹം. ആ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് എന്തെല്ലാം ആചാരമാണ് നടക്കുന്നത്, എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ് നടക്കുന്നത്. എല്ലാ ആചാരങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവസാനമായി ഒരു ദുരാചാരം ഈ അടുത്ത് നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്താണത്? ഒരു മനുഷ്യൻ കേക്ക് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. എനിക്ക് പറയാൻ തന്നെ അറുപ്പ് തോന്നുന്നു. അത്രയും അറുക്കുന്ന
അത്രയും മോശപ്പെട്ടൊരു രൂപം നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നത് ഇസ്ലാമിക ആചാരങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി കൈയൊഴിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി നാം പ്രയത്നിക്കണം.